അതെ അഞ്ജു, നീയല്ലേ പറയാ എപ്പോഴും അമ്മുവാണ് അച്ഛ അമ്മ എന്നൊക്കെ പറയുന്നത്. ആദ്യം ഒന്നും സംസാരിക്കുന്നില്ല എന്ന്. ഇപ്പൊ കണ്ടോ, ആദ്യാണ് കൂടുതലും സംസാരിക്കുന്നത്. അമ്മുക്കുട്ടിക്ക് ആദ്യാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അത് ശരിയാ ശിവേട്ടാ, ഞാനും കൂടെ വിചാരിച്ചു അമ്മുക്കുട്ടി തന്നെ നന്നായി സംസാരിക്കും, ഈ ആദ്യം ഒന്നും സംസാരിക്കില്ലെന്ന്. പക്ഷെ ഇപ്പൊ അവനാണ് നന്നായിട്ട് സംസാരിക്കുന്നത്. അത് ശരിയാ അഞ്ജു, കുട്ടികളുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും അറിയാത്ത പോലെ തന്നെ ഇരിക്കും, പക്ഷെ പെട്ടെന്ന് എല്ലാം പഠിക്കും. അതെ ശിവേട്ടാ, ഇപ്പൊ 1 വയസ്സാവാറായില്ലേ, ഇനി ഇതിന്റെ ശേഷം നന്നായിട്ട് സംസാരിക്കൂലേ? അതെ അഞ്ജു. പിന്നെ ശിവേട്ടാ, അമ്മുക്കുട്ടിയും ആദ്യക്കുട്ടിയും ഇപ്പൊ മെല്ലെ മെല്ലെ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങി. ആദ്യം ഇങ്ങനെ മുട്ടുകുത്തിട്ടല്ലേ ഇരിക്കുള്ളൂ, ഇപ്പൊ പിടിച്ച് നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവർക്ക് ഷൂ, ചെരുപ്പ് എല്ലാം വാങ്ങിക്കണം. അത് രണ്ടുപേർക്ക് രണ്ട് സെറ്റ് ചെരുപ്പ് ഉണ്ടല്ലോ, പിന്നെന്താണ്, അത് ഇട്ട് കൊടുക്കും മതി. അയ്യോ ശിവേട്ടാ, അത് രണ്ട് ജോഡിയല്ലേ ഉള്ളത്, അത് പുറത്തു പോകാൻ ഒരെണ്ണം വേണം. പിന്നെ വീട്ടിലിരിക്കുമ്പോ ഒരു ചെരുപ്പ് മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇനി 2 വാങ്ങിച്ചാ പിന്നെ എപ്പോഴും വീട്ടിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാലോ. എടി അഞ്ജു, വീട്ടിലിട്ട് നടക്കാൻ പുതിയ ചെരുപ്പാണോ? സോക്സ് ഇട്ട് കൊടുത്താൽ മതി, അതിട്ട് അങ്ങ് നടന്നാ മതി. പിന്നെ പുറത്തൊക്കെ പോകുമ്പോ ചെരുപ്പിട്ട് കൊടുക്ക്. അയ്യോ ശരി ശിവേട്ടാ. പിന്നെ ഇപ്പൊ ചൂടുകാലം തുടങ്ങിയില്ലേ, കുട്ടികൾക്ക് മേലൊക്കെ ചൂട്ടുകുരുവ് വരും. അതുകൊണ്ട് അതിന് തനിയെ പൗഡർ ഉണ്ടവേ. നിങ്ങൾ കുട്ടികൾക്ക് ചൂടുകുരുവിനുള്ള പൗഡർ നോക്കി വാങ്ങിച്ചിട്ട് വരും ശിവേട്ടാ. എടി, ചൂട്ടുകുരുവിനുള്ള പൗഡർ ചൂടുകുരുവ് വന്നതിന്റെ ശേഷം ഇട്ട് കൊടുത്താ പോരെ, അത് വരുന്നതിന്റെ മുമ്പിലേ വാങ്ങിച്ചു വെക്കണ. അതുമാത്രമല്ലാതെ കുട്ടികൾക്ക് നല്ല പഴങ്ങളും തണുപ്പുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചൂട്ടുകുരുവേ വരില്ല. അതല്ലാതെ വെറുതെ ഇങ്ങനെ പൗഡറും ഇതൊക്കെ തേക്കണേക്കാളും നല്ലത് ചൂടുകുരുവ് വരാതെ നോക്കണതല്ലേ. അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്ത് തന്നെ കൊടുത്താലും ഇപ്പൊ ചൂട് ഒരുപാടായില്ലേ, ഇനി എന്തായാലും ചൂടുകുരുവ് വരും. ആ സമയത്ത് നമ്മൾ ചൂടുകുരുവ് വന്ന ശേഷം പോയി പൗഡർ വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ. വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടുകുരുവ് വന്നാൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കാലോ. എന്റെ അമ്മോ, ഒരു സാധനം വേണമെന്നും പറഞ്ഞത് വാങ്ങിക്കാതെ നീ വിടില്ലല്ലോ. ശരി, വാങ്ങിച്ചു തരാ പോരെ. ശരി ശിവേട്ടാ. പിന്നെ ആദ്യക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും ഡ്രസ്സുകളൊക്കെ ചെറുതായി പോയി, പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കണം. എടി, എന്താ നീ ഒരു തീരുമാനത്തോടെ തന്നെ ഇരിക്കണമെന്നാ തോന്നുന്നത്? എത്രയാ സാധനങ്ങൾ നീ ലിസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ പോകുന്നത്? ചെരുപ്പ് വേണം, പൗഡർ വേണം, ഡ്രസ്സ് വേണം, ഇനി വേറെന്തെങ്കിലും ഉണ്ടാ? അല്ലെങ്കിലേ ഇവിടെ ചൂട് സമയമായി, പണിയും ഇല്ല, കയ്യിൽ പൈസയും ഇല്ല. ഇതിൽ നീ എന്തൊക്കെയാ വേണമെന്ന് പറയണേ? പൈസ എന്താ ഇവിടെ എടുത്താണോ വെച്ചിരിക്കുന്നത്? എന്താ ശിവേട്ടാ അത്? ആദ്യമൊക്കെ എന്തെങ്കിലും ഒരു സാധനം ചോദിക്കണതിന്റെ മുന്നിൽ തന്നെ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വരും. ഇപ്പൊ ചോദിച്ചാ പോലെ ഇങ്ങനെ പറയണ്. ഞാനെന്താ എനിക്ക് വേണമെന്നാണോ ചോദിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ. കുട്ടികളുടെ കാര്യത്തിൽ പോലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണല്ലേ? പോകെ ശിവേട്ടാ, നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഒരു സ്നേഹവും ഇല്ല, ഒന്നുമില്ല. എടി അഞ്ജു, അങ്ങനെയൊന്നും ഇല്ലടി. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ കണക്ക് നോക്കുവോ? അങ്ങനെയൊന്നും അല്ല. കുട്ടികൾക്ക് വേണ്ടത് എന്തായാലും ഞാൻ തന്നെയല്ലേ വാങ്ങിച്ചു തരേണ്ടത്. പക്ഷേ ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പൊ വാങ്ങിക്കാം, പിന്നെ മെല്ലെ മെല്ലെ വാങ്ങിക്കാന്നല്ലേ പറഞ്ഞത്. അല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾ ദേഷ്യത്തോടെയാ പറഞ്ഞത്. ദേഷ്യത്തോടെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ കാര്യം ഇതല്ലേ. എടി അഞ്ജു, നീ പറയണത് എങ്ങനെയുണ്ട് അറിയോ? ചിരിച്ചിട്ടേ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ദേഷ്യത്തോടെ സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞ പോലെ ഉണ്ട്. അയ്യോ ഭഗവാനെ, അറിയാതെ പറഞ്ഞുപോയി. ഇപ്പൊ എന്താ നിനക്ക് വേണ്ടത്? കുട്ടികൾക്ക് വേണ്ടിയ സാധനങ്ങളല്ലേ, എല്ലാം ഒരു ലിസ്റ്റില്. നാളെ തന്നെ നമുക്ക് പോയി എല്ലാം വാങ്ങിച്ചോണ്ട് വരാം പോരെ? അതെ, ഉറപ്പ്. പോരെ? എന്റെ അമ്മോ, ഷോപ്പിംഗ് പോവാന്നും പറയുമ്പോ തന്നെ ഈ പെണ്ണുങ്ങളുടെ മുഖത്തിൽ ഒരു ചിരിയേ വരുന്നത്. എടി അഞ്ജു, നീ ഇങ്ങനെ ചിരിച്ചോണ്ടേ ഇരുന്നാ കാണാൻ എത്ര ഭംഗിയുണ്ട്. അതും വിട്ടിട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും മുഖം ഒരു സൈസായി പോകുമല്ലോ, അത് കാണാൻ സഹിക്കുന്നില്ല. അടിപ്പാവി, അപ്പൊ ഞാൻ വാങ്ങിച്ചു തരാൻ വേണ്ടിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാം അഭിനയമാണല്ലേ? എടി കള്ളി, നിന്നെ. എടി അഞ്ജു, എപ്പോ നോക്കിയാലും കുട്ടികളുണ്ട് പറഞ്ഞ് എസ്കേപ്പ് ആവുകയാണോ? ഇന്ന് നിനക്ക് എവിടെയും എസ്കേപ്പ് ആവാൻ പറ്റില്ല. ഞാൻ നിന്റെ കൈ വിട്ടാലല്ലേ നീ പോവുള്ളൂ. വിടൂല.
கண்மூடும் போதும் கண்முன் நின்றாயே சிரிக்காதே சிரிக்காதே சிரிப்பாலே மயக்காதே அடிக்காதே அடிக்காதே அழகாலே அடிக்காதே நினைக்க தெரியாத அடைமழையே நனைய தெரியாத மலர் கூடையே மறைய தெரியாத பகல் நிலவே என்ன தெரியாத ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ മിന്നാരം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് തരണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്.